ഹലോ, ഇന്നത്തെ വ്ളോഗ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്ളോഗാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു ചെറിയ ഫാമിലി ട്രിപ്പിന് പോവുകയാണേ. അധികം വഴുകാതെ തന്നെ നമ്മൾ ആര്യാസി കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റും അങ്ങ് കഴിച്ചു കേട്ടോ. കാരണം എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ പാട്ടും എൻജോയ്മെൻറ്റും എല്ലാമായിട്ട് വണ്ടി നീങ്ങി കേട്ടോ. നെക്സ്റ്റ് സ്റ്റോപ്പ് തുമ്പൂർമുഴി ഡാമായിരുന്നേ. അതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. നേച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ സ്ഥലം ഇഷ്ടപ്പെടാതെ പോവില്ല. കാരണം അത്രയ്ക്കും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. പിന്നെ ഇവിടെ വരുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ, വേസ്റ്റും പ്ലാസ്റ്റിക്കും എല്ലാം ഇട്ടിട്ട് ആ ഭംഗിയെ നശിപ്പിക്കരുത്. ഇത് തുമ്പൂർമുഴി ഡാമിലെ ഹാങ്ങിങ് ബ്രിഡ്ജാണേ. ഇതിലൂടെ കാണുന്ന വ്യൂ ഉണ്ടല്ലോ, എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്നറിയില്ല, അത്രയും മനോഹരമായിരുന്നു കേട്ടോ. ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ ഒഴുകണ പുഴ നമ്മുടെ ചാലക്കുടി പുഴയാണേ. വൺസ് അഗെയിൻ ഞാൻ പറയാണ്, നേച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യണം, മസ്റ്റാണ്. കാരണം നമുക്ക് ഭയങ്കര ഒരു ഇന്നർ പീസ് എന്ന് പറയില്ലേ, അത് കിട്ടും നമുക്ക്. പിന്നെ അധിക നേരമൊന്നും അവിടെ നിന്നില്ല കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയേ. അവിടെ നിന്ന് നമ്മൾ നേരെ വിട്ടത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. കാരണം അത്യാവശ്യം ടൈമായിട്ടുണ്ടായിരുന്നേ, നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് മീൽസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു സൂപ്പർ മീൻ പൊള്ളിച്ചതും കിട്ടിയായിരുന്നേ. ആവോലിയാണെന്ന് തോന്നുന്നു കേട്ടോ, മറന്നുപോയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഐസ്ക്രീം എല്ലാം. നേരെ പോയത് നമ്മളെടുത്ത റിസോർട്ടിലേക്കാണ് കേട്ടോ. ഇതാണ് റൂമിലെ വ്യൂ. അധികം സമയം കളയാതെ തന്നെ നമ്മുടെ പിള്ളേർ പൂളിലോട്ട് എടുത്ത് ചാടിയിട്ടോ. പിന്നെ അങ്ങ് ഞാനും ചാടിയേ. പിന്നെ നമ്മളെ കൂടെ വന്നവരെല്ലാവരും പൂളിലോട്ട് എടുത്ത് ചാടിയിട്ടോ. പിന്നെ അവിടെ നിന്ന് നീന്തൽ മത്സരമായി, കളിയായി, ചിരിയായി. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മുടെ അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ഡാൻസ് റീൽസൊക്കെ എടുത്തു. ഈവനിങ് ആയപ്പോഴത്തേക്ക് നമ്മൾ പൂളിൽ നിന്നെല്ലാം ഇറങ്ങി കേട്ടോ. പിന്നെ ഇൻഡോർ ഗെയിംസും എല്ലാം കളിച്ച് അവിടെ തന്നെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഫുഡെല്ലാം കഴിച്ചു കേട്ടോ. അതെടുക്കാൻ ഞാൻ മറന്നുപോയേ. ഇതിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി കേട്ടോ. നമ്മൾ ജീവിതത്തിൽ എത്ര ബിസി ആണെങ്കിലും ഫാമിലി ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വ്ളോഗുമായിട്ട് വരാം. ബൈ.